അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ട്രഡീഷണൽ യമൻ മന്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് യമൻ മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നേരെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. മന്തി ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്യണം. അതിനു വേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് വേണം ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്തെടുക്കാൻ. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ നല്ലോണം പൊടിച്ചെടുക്കാം. മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. പൊടിച്ചു വെച്ച മസാലയിലേക്ക് നമുക്ക് കുറച്ച് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഒഴിച്ച ഒലിവ് ഓയിൽ മതിയായില്ല. ഈ ഒലിവ് ഓയിലിന് വേണമെന്നൊന്നുമില്ല, നമുക്ക് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. നമ്മളെ മസാലക്കുള്ള പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാരിനേഷൻ ചെയ്യണം. ചിക്കൻ മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ 4 പീസ് സ്കിന്നോട് കൂടി കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഈ മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കൈകൊണ്ട് നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ചിട്ട് 1 മണിക്കൂർ, മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റിന് വെക്കണം. എന്നാൽ തന്നെ അതിൻ്റെ മസാല ഫുള്ള് ഈ ചിക്കനിലേക്ക് നല്ലോണം പിടിച്ചിട്ട് അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ വരും. 2-3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത്രയും ബെസ്റ്റാണ്. ഇപ്പം നമ്മൾ ചിക്കൻ ഇവിടെ നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് നല്ലോണം കവർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രിഡ്ജിൽ 1 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. ഞാനിവിടെ ഫ്രിഡ്ജിൽ 1 മണിക്കൂറാണ് റെസ്റ്റിന് വെക്കുന്നത്. നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അലൂമിനിയം പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു ഉള്ളി, നമ്മുടെ ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നല്ലോണം വഴറ്റിയെടുക്കണം. ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 5 പീസ് ഏലം, ഒരു 5 പീസ് ഗ്രാമ്പും, പിന്നെ കുറച്ച് കറുവപ്പട്ട കൂടി ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ആഡ് ചെയ്യാം. 2 പീസ് ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് പീസ് ഡ്രൈ ലെമൺ ആഡ് ചെയ്യാം. ഒരു 4 പീസ് പച്ചമുളക് നടുകീറി അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഞാനിവിടെ റെഡ് ക്യാപ്സിക്കമാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ക്യാപ്സിക്കോ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 3 കപ്പ് ബസ്മതി റൈസാണ് ആഡ് ചെയ്യുന്നത്. റൈസ് ജസ്റ്റ് ഒന്ന് കഴുകി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാതെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല.
ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് റൈസിന് ഞാനിവിടെ 4.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലത്തെ, ഞാനിവിടെ അപ്പച്ചമ്മിൻ്റെ തട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ ഓരോ പീസായി വെച്ച് കൊടുത്തിട്ട് നമുക്കിത് അപ്പച്ചമ്പിലും മന്തി തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് അപ്പച്ചമ്പിലാണെങ്കിൽ അത് എളുപ്പമാണ്. ഇനി നമുക്കിത് ഒന്ന് അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തെടുക്കണം. ഒരു 2-3 ഷീറ്റ് കൊണ്ട്, മിനിമം 2 ഷീറ്റിനെ കൊണ്ടെങ്കിലും ഒന്ന് നല്ലോണം ടൈറ്റായിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്യണം. അലുമിനിയം ഷീറ്റ് കൊണ്ട് ഇപ്പോൾ ഞാൻ 2ാമത്തെ ഷീറ്റ് കൊണ്ടും നല്ലോണം കവർ ചെയ്തു. ഇനി നമുക്കിത് ഒരു 45 മിനിറ്റ് കുക്ക് ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ് കുക്ക് ചെയ്യണം. അതിൻ്റെ മുകളിലൊരു ചെറിയൊരു മൂടിയും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മളെ ഗ്യാസ് സ്റ്റൗവിൻ്റെ തീയൊന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട്. നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മളെ ചിക്കനെല്ലാം നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ച ചിക്കനൊന്നും അങ്ങനെ വേവില്ല എന്നാണ്. പക്ഷെ ഒരു പേടിയും വേണ്ട കേട്ടോ, ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടും. ചിക്കൻ നമുക്ക് വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മളെ റൈസും കൂടി ഒന്ന് നോക്കി നോക്കാം എന്തായെന്ന്. നമ്മളെ റൈസ് കാണാൻ തന്നെ നല്ല മൊഞ്ചുണ്ട് കേട്ടോ. നമ്മൾ ആ മറ്റേ റെഡ് കളറൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ആ കളറൊക്കെ ഈ റൈസിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ഫ്ലേവർ ആയിട്ടുണ്ട്. നല്ല സൂപ്പർ സ്മെല്ലുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക, മന്തിൻ്റെ അതേ ഒരു നല്ല ഫ്ലേവർ എന്തായാലും ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ മന്തിയുടെ. ഇനി നമുക്ക് ചിക്കൻ്റെ ഓരോ പീസ് നമുക്ക് റൈസിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്കൊരു പീസ് ചാർക്കോൾ കത്തിച്ചിട്ട് നമുക്കിതൊന്ന് എന്ത് ചെയ്യാം, ഒരു സ്മോക്കി ഫ്ലേവർ ആക്കിയെടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ മന്തിയുടെ. എന്താ സൂപ്പർ സ്മെല്ല് ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മന്തി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം നമുക്ക് മുകളിൽ നിന്ന് ചിക്കൻ്റെ പീസ് മാത്രം എടുത്തിട്ട് ഈ റൈസ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും സൈഡിൽ നിന്ന് ഇങ്ങനെ തട്ടി മുകളിലേക്ക് ആക്കി കൊടുക്കണം. അല്ലാതെ മൊത്തത്തിൽ റൈസ് നമ്മൾ കുഴച്ച് കഴിഞ്ഞാൽ അതെപ്പോഴും എന്തായപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മളിപ്പോൾ സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് റൈസും അതുപോലെ തന്നെ ചിക്കനും. ഇത് നമുക്ക് അപ്പച്ചമ്പിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ്, ഫുൾ റെസിപ്പി ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ അളവ്, ഒരു ചിക്കൻ്റെ ഫുൾ അളവ് ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. നമ്മളെ മന്തിൻ്റെ ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വേഗൂല എന്നുള്ളൊരു ടെൻഷനൊന്നും ആർക്കും വേണ്ട. പിന്നെ റൈസും നല്ല എന്താ പറയുക പൂ പോലെ വെന്തിട്ടുണ്ട്. 45 മിനിറ്റ്സ് കുക്കിംഗ് ആണ്. പക്ഷേ 30 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമും പിന്നെ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ഞാൻ കുക്ക് ചെയ്തത്. അപ്പം നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.
ഈ യമൻ മന്തിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ ഗുഡ് ബൈ.